പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ, ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ, ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ, പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ, ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പെന്തക്കോസ്താ തിരുനാളിന് ഒരുക്കമായി നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പുത്തൻ അഭിഷേകത്തിനായി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ വാതിലുകളെയും തുറന്നിട്ട് ഞാൻ കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്നവനെ അഗ്നിയായി എന്നിൽ കത്തിപ്പടരണമേ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഓരോ സമൂഹത്തിന് വിരുന്ന് കൊടുക്കണമെങ്കിൽ അതിനു മുമ്പായിട്ട് അവിടെ ഒരു പാചക മുറി രൂപപ്പെടും. അവിടെ ഇറച്ചി, മീന്, പച്ചക്കറികൾ എല്ലാം ക്രമീകരിക്കപ്പെടുന്നു. പക്ഷെ അത് രുചികരമായി പാകം ചെയ്യണമെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് തീയാണ്. ഈ തീ ഉണ്ടെങ്കിലേ ഉള്ളൂ വിരുന്ന് ഉണ്ണാൻ വരുന്നവർക്ക് സമൃദ്ധമായിട്ടും രുചികരമായി ആഹാരം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ ക്രൈസ്തവ ജീവിതത്തിൽ നല്ലൊരു ക്രിസ്ത്യാനിയായി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഈ അഭിഷേകം നമ്മുടെ ഉള്ളിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ അഭിഷേകത്തെ ഉണർത്തി സമൂഹത്തിന് ഉന്നതമായ നന്മ ചെയ്യുവാൻ, സമൂഹത്തിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 3:11 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. സ്ഥാപക യോഹന്നാൻ വിളിച്ചു പറയാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയ്ക്കും. അതോടൊപ്പം അഗ്നിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമെന്നും പറയുന്നു. അതെന്താണ് നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 20:22 നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ സ്വർഗാരോഹണത്തിന് മുമ്പ് സ്ലീഹന്മാരുടെ മധ്യത്തിൽ വരുന്നു. അതിനുശേഷം അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതിനുശേഷം വചനം പറയാണ്, അവൻ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് ഊതി, അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തതായിട്ട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർക്ക് ഈശോ വീണ്ടും സ്വർഗാരോഹണത്തിന് മുമ്പ് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുവിൻ. ഇവിടെ പരിശുദ്ധാത്മാവിനെ കൊടുത്തതായിട്ട് പറയുന്നു. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനായി വീണ്ടും കാത്തിരിക്കാൻ പറയുന്നത് ഒരു അഗ്നിയുടെ അഭിഷേകത്തിന് വേണ്ടിയാണ്. അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ലീഹന്മാർ പരിശുദ്ധ അമ്മയോടുകൂടെ ചേർന്നിരിക്കുന്നു. അവരെ ഒലിപ്പിച്ച് പാട്ടുപാടിയും ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും കഴിയുമ്പോൾ 10-ാം ദിവസം അവരുടെ മേൽ അഗ്നിയുടെ അഭിഷേകം അവർക്ക് ലഭിക്കുന്നു. അഗ്നി അവരുടെ മേൽ വന്ന് നിറഞ്ഞതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. ഈ അഗ്നിയുടെ നിറവ് ലഭിച്ചതോടുകൂടി വെറും സാധാരണക്കാരായ അപ്പസ്തോലന്മാർ അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് മാറുകയാണ്. നമുക്കറിയാം, ഈ സ്ലീഹന്മാർ ഈശോയുടെ കൂടെ നടന്നു. 3 വർഷക്കാലം ഈശോടൊത്ത് എല്ലാ അത്ഭുതങ്ങളും ചെയ്യാൻ കൂടെ നിന്നു. അത്ഭുതങ്ങൾ അനുഭവിച്ചു.
മരിച്ചവർ ഉയർപ്പിക്കുന്നത് കണ്ടു, വിശ്വസിച്ചു. യേശു അവർക്ക് പ്രേക്ഷിത ദൗത്യം കൊടുത്തപ്പോൾ അവർ പോയി വചനം പ്രഘോഷിച്ചു, സാത്താനെ ബന്ധിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ഈശോയോടൊപ്പം ചെയ്തു. ഈശോ അവരെ നേരിട്ട് പഠിപ്പിച്ചു. ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്നു, ഈശോയോടൊപ്പം ഉറങ്ങുന്നു, എല്ലാം ഈശോയോടൊപ്പം. അവസാനം ഈശോ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പത്രോസ് പറഞ്ഞു, ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ലെന്ന്. തോമസ് ലീഹ പറഞ്ഞു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സമയത്തെല്ലാം അവർക്ക് യേശുവിനോടൊപ്പം എല്ലാം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. യേശു നേരിട്ടാണ് അവരെ വചനം പഠിപ്പിക്കുന്നത്. എല്ലാം യേശു നേരിട്ടാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് യേശു അവർക്ക് അനുഭവവേദ്യമാണ്. ശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നു, അനുഭവിക്കുന്നു. പക്ഷേ പീഡാനുഭവത്തിൻ്റെ സമയത്ത് യേശു പിടിക്കപ്പെടുമ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, സ്ത്രീകന്മാരെല്ലാവരും ചിതറിക്കപ്പെടുന്നു, ഭയപ്പെട്ട് ഓടി ഒളിക്കുന്നു. ഒരാളുടെ മുമ്പിൽ പോലും യേശുവിനെ നിഷേധിക്കുകയില്ലെന്ന് പറഞ്ഞ പത്രോസ് യേശുവിനെ നിഷേധിക്കുന്നു. അങ്ങനെ അവർ ദുഃഖത്തിലും നിരാശയിലുമായ ആ പ്രിയപ്പെട്ടവർ ഈ അഗ്നിയുടെ അഭിഷേകം സ്വീകരിച്ചതോടുകൂടി അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു. അവർ അസാധാരണ വ്യക്തിയായിത്തീരുന്നു. യേശുവിനെ മഹത്വപ്പെടുത്തി, യേശുവിന് വേണ്ടി, യേശുവിൻ്റെ നാമമഹത്വത്തിനായിട്ട് അവർ വചനം പ്രഘോഷിക്കുന്നു. അത് മാത്രമല്ല 11 പേരും രക്തസാക്ഷികളായിട്ട് വീരമരണം പ്രാപിക്കുന്നു. യോഹന്നാൻ അപ്രകാരം മരണത്തിന് വിധിക്കപ്പെട്ടെങ്കിലും അവിടുന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് അദ്ദേഹം പത്മോസ് ദ്വീപിലേക്ക് മാറ്റപ്പെടുന്നു. അവിടെ വെച്ച് വെളിപാടുകൾ സ്വീകരിക്കുന്നു. അതെ, യേശുവിനോട് കൂടിയായ സമയത്ത് അവരെന്തെല്ലാം ആഗ്രഹിച്ചോ, എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടോ, അതെല്ലാം യാഥാർത്ഥ്യമായത് ഈ അഗ്നി അഭിഷേകത്തിലൂടെയാണ്. ഈ അഗ്നി അഭിഷേകമാണ് പെന്തക്കോസ്താ തിരുനാളിൽ നമ്മൾ സ്വന്തമാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ അഗ്നിയുടെ അഭിഷേകത്തെക്കുറിച്ച് ബൈബിളിലെ പഴയ നിയമത്തിൽ പറയുന്നൊരു വാക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 19-ാം അധ്യായം 24 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. സോദോം ഗൊമോറ എന്ന പട്ടണത്തിന് മേൽ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങിയിട്ട് അശുദ്ധമായതെല്ലാം നശിപ്പിക്കുന്നതായിട്ട്. പ്രിയപ്പെട്ടവരെ, അഗ്നി നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ അശുദ്ധിയും മാറ്റപ്പെടുകയാണ്. അത് സോദോം ഗൊമോറ പട്ടണത്തിലുള്ള എല്ലാ അശുദ്ധിയും മാറ്റപ്പെട്ടത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയപ്പോഴാണ്. വീണ്ടും വചനം വായിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവിടെ ഇസ്രായേൽ ജനം കാനാൻ ദേശം ലക്ഷ്യമാക്കി പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവിടുന്ന് തൻ്റെ ജനത്തിന് സംരക്ഷണം നൽകുന്നു. പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ 1 അശുദ്ധമായതിനെ നശിപ്പിക്കുന്നു, 2 നമുക്ക് ദൈവജനത്തിന് സംരക്ഷണം നൽകുന്നു. പിന്നീട് നമ്മൾ ബൈബിളിൽ വായിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കും, ഏലിയ പ്രാർത്ഥിക്കുന്നു, അഗ്നി ഇറങ്ങുന്നു. ആ പ്രാർത്ഥന കഴിയുമ്പോൾ ആ അഗ്നി തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അവർ സാധാരണ മനുഷ്യരായിട്ട് മാറുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ഈ പഴയ നിയമത്തിലെ അഭിഷേകമല്ല, മറിച്ച് പുതിയ നിയമത്തിൽ ഇതേ അഗ്നിയുടെ അഭിഷേകം വന്ന് ഉള്ളിൽ നിറയുകയാണ്. ഉള്ളിൽ നിറയുന്ന വ്യക്തിക്കാണ് അസാധാരണമായി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ അഭിഷേകം എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നത്, ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ ധ്യാനത്തിൽ പങ്കെടുക്കുന്നു, അവിടെ ആരാധനയിലോ പ്രൈസ് ആൻഡ് വർഷിപ്പിലോ ലീഡ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ധ്യാന ഗുരുക്കന്മാരോട് ചേർന്ന് നമ്മൾ പാടി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവം തൻ്റെ അഭിഷേകം നമുക്ക് പ്രകടമാക്കുന്നു, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നു. പ്രിയപ്പെട്ടവരെ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമായി തീർന്ന് നമ്മൾ കർത്താവിന് നന്ദി പറയുന്നു. അഭിഷേകം സ്വീകരിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഒരു ശൂന്യത വരുന്നു. എന്നാൽ നമുക്ക് വേണ്ട അഭിഷേകം പുറമേ ഉള്ള അടയാളങ്ങളോ അനുഭവങ്ങളോ അല്ല, അതിനേക്കാൾ ഉപരി ആന്തരികമായ അഭിഷേകമാണ്. സ്ലീഹന്മാർക്ക് ലഭിച്ചത് ഈ ആന്തരിക അഭിഷേകമാണ്. അതിനാൽ നിങ്ങൾ ഈ പെന്തക്കോസ്താ നാളിൽ ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉള്ളിലെ അഗ്നിയുടെ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് ഈ അഭിഷേകം നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട
ഏതാനും വ്യക്തികൾക്ക് അവർക്കൊരു പ്രത്യേക ദൗത്യം ചെയ്യുന്ന സമയത്താണ് വചനപ്രകാരം ബൈബിളിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുന്നു, ആ ദൗത്യം ചെയ്യുന്നു, അതിനുശേഷം പരിശുദ്ധാത്മാവ് തിരികെ പോകുന്നതായിട്ട് പറയുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ പെന്തക്കോസ്ത തിരുനാളോടുകൂടി സഭ അല്ലെങ്കിൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 2:17 ജോയേൽ പ്രവാചകൻ്റെ ആ വാക്ക് കോട്ട് ചെയ്ത് പത്രോസ്ലിഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുകയാണ്, എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അപ്പോൾ ഇവിടെ പഴയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും വ്യക്തികൾക്ക് മാത്രമാണ് അഭിഷേകമെങ്കിൽ പുതിയ നിയമത്തിൽ പെന്തക്കോസ്തയോട് കൂടി സകലർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും സാന്നിധ്യവും ദൈവം തരികയാണ്. അതിനാൽ എന്നെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്, ദൈവം ഉള്ളിലുണ്ട്. അതുകൊണ്ട് വരണമേ വരണമേ എന്നല്ല, മറിച്ച് ഉള്ളിലുള്ള ആത്മാവ് ജ്വലിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:10 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. വചനം പറയുകയാണ്, അങ്ങയുടെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ പരിശുദ്ധാത്മാവിനെ എനിക്ക് അയച്ചു തരണമേ, അവൾ എന്നോടൊത്ത് വസിച്ച് അധ്വാനിക്കട്ടെ. അതെ, ജ്ഞാനം പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ അധ്വാനിക്കുന്നു. പൗലോസിയ തൻ്റെ സ്വന്തം അനുഭവം പ്രകാരം പറയുന്നുണ്ട്. അതിൻ്റെ 1 കൊറിന്തോസ് 15:10 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ എല്ലാവരേക്കാൾ കൂടുതൽ അധ്വാനിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാനല്ല അധ്വാനിച്ചത്, എന്നിൽ കുടികൊള്ളുന്ന ദൈവകൃപ ദൈവശക്തിയാണ് അധ്വാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ അഭിഷേകം വരുമ്പോൾ നാമല്ല, നമ്മളിലൂടെ ക്രിസ്തു അധ്വാനിക്കുകയാണ്. 1 കൊറിന്തോസ് അതിൻ്റെ 3:16 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ കുടികൊള്ളുന്നു. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:20 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടില്ലേ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞു, അല്ലെ, അഭിഷേകം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ അഭിഷേകത്തെ നമ്മൾ ഉണർത്തണം. നമ്മൾ ബാഹ്യമായ അഭിഷേകമല്ല, ആന്തരിക അഭിഷേകം. അതിനുദാഹരണമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ മദർ തെരേസ. ഉള്ളിലെ അഭിഷേകത്തെ ജ്വലിച്ച് പാവങ്ങളെ സഹായിക്കുവാനായിട്ട് ശുശ്രൂഷ ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസം പാവങ്ങൾക്ക് വേണ്ടി ഭക്ഷണവും പണവും ചോദിക്കാനായിട്ട് ഒരു പണക്കാരൻ്റെ അടുത്ത് ചെല്ലുന്നു. പണക്കാരനോട് കാര്യം പറഞ്ഞു. അപ്പോൾ ആ സമ്പത്തുള്ള വ്യക്തി മദർ തെരേസയെ നോക്കി കാർക്കിച്ച് തുപ്പുകയാണ് ചെയ്തത്. അപ്പോൾ സ്നേഹത്തോടുകൂടി മദർ തെരേസ ആ തുപ്പിൽ തുടച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കുള്ളത് നിങ്ങൾ തന്നു കഴിഞ്ഞു, ഇനി എൻ്റെ മക്കൾക്കുള്ളത്, എൻ്റെ അഗതികൾക്കുള്ളത്, ദൈവത്തിൻ്റെ മക്കൾക്കുള്ളത് തരിക എന്ന്. പ്രിയപ്പെട്ടവരെ, ആ വാക്ക് ആ പണക്കാരൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചു. അദ്ദേഹം മാനസാന്തരപ്പെടുന്നു. അദ്ദേഹം പിന്നീട് മദർ തെരേസയുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറ്റപ്പെട്ടു. അദ്ദേഹം സമ്പത്ത് പങ്കുവച്ചു. മദർ തെരേസയുടെ ഉള്ളിലെ ആത്മാവാണ് ജ്വലിച്ചുകൊണ്ടിരുന്നത്. ബാഹ്യമായ അഭിഷേകമായിരുന്നെങ്കിൽ ആ തിക്താനുഭവം ഉണ്ടാകുമ്പോൾ മദർ തെരേസ ശുശ്രൂഷ നിർത്തിയിട്ട് ഒരുപക്ഷെ തിരികെ പോയനെ. എന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ അഭിഷേകം ജ്വലിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ഉള്ളിൽ ജ്വലിക്കുന്ന അഭിഷേകമാണ്. ഈ അഭിഷേകത്തിന് മാത്രമേ ഉള്ളൂ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാനും എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ സമൂഹത്തിലുണ്ട് പകർച്ചവ്യാധികൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, എല്ലാ മേഖലയിലും ദാരിദ്ര്യമായിരിക്കാം, ഇവിടെയും ക്രിസ്തുവിന് വേണ്ടി നിൽക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉള്ളിലെ അഭിഷേകം ജ്വലിക്കണം. അതുകൊണ്ട് ഈ പെന്തക്കോസ്ത നാളിൽ ഉള്ളിൽ അഭിഷേകം നമുക്ക് വളരാൻ ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ അഭിഷേകം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ശരിക്കും നമ്മൾ നോക്കിയാൽ ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം കാണാൻ സാധിക്കും. ദൈവം കൂടെ വസിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ലഭിച്ചപ്പോൾ നമ്മുടെ സ്ലീഹന്മാർക്ക് അവരുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമായി. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു സംഭവം എടുത്ത് പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. 2 ദിനവൃത്താന്തം
അതിൻ്റെ 24, 22 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഒരു പുരോഹിതനെ അന്നത്തെ രാജാവും ആൾക്കാരോടെ കൂടി ജനങ്ങളോടെ കൂടി കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. ഈ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അവസരത്തിൽ കൊല്ലപ്പെടുന്ന സമയത്ത് ഈ പുരോഹിതൻ ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇവരോട് നീ പ്രതികാരം ചെയ്യണമേ. ഇപ്പോൾ ഇവിടെ പഴയ നിയമത്തിൽ ദൈവം പുറമെയാണ് നിൽക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ആവശ്യങ്ങളിൽ വന്ന് ശക്തി പ്രകടമാക്കി വീണ്ടും പോകുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും, ഇതേപോലെ അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 59, 60 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കല്ലുകൾ കൊള്ളുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ അദ്ദേഹം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുകയാണ്, കർത്താവെ, ഈ കുറ്റം ഇവരെ മേൽ ആരോപിക്കരുത്, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്രകാരം പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഉള്ളിലെ അഭിഷേകമാണ്. പഴയ നിയമത്തിൽ അഭിഷേകം പുറമെയാണെങ്കിൽ പുതിയ നിയമത്തിൽ ഉള്ളിലേക്ക് അഭിഷേകം വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നവീകരണത്തിൽ വന്നു ഒത്തിരി നാളുകളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പരാതികളായിരിക്കാം. എന്നെ വേണ്ടത്ര അംഗീകരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ അഭിഷേകം വരുമ്പോൾ പരാതിയില്ലാതെ എല്ലാത്തിനും നന്ദി പറയുന്ന ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും. അതിനാൽ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ ഉണർത്തി കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് മാറ്റാം. വീണ്ടും പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ദൈവത്തെ നമുക്കറിയാം നിയമങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ അനുസരിച്ച് നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് ഒരു സ്വാതന്ത്ര്യമില്ലാന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ 2 കൊരിന്തോസ് 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ആത്മാവിലാണ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, ഉള്ളിൽ ജ്വലിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും നമുക്കൊട്ടും സ്വാതന്ത്ര്യമില്ല. ഒരാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതും സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ബാഹ്യമായ എന്തെങ്കിലുമല്ല, ഉള്ളിൻ്റെ ഉള്ളിലാണ്. ഈ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ ആത്മാവിന് സാധിക്കും. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ത് ചെയ്യുന്നു? വലിയ സന്തോഷത്തോടെ മുന്നേറുകയാണ്. ചില ആത്മീയ മനുഷ്യരെ കാണുമ്പോൾ ഉണ്ട് എപ്പോഴും സങ്കടങ്ങൾ മാത്രം. അതല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയില്ല, ഉടനെ ദൈവം എന്നെ ശിക്ഷിക്കുമോ? അല്ല പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ഇത് മറ്റൊരു വാക്യം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ എന്ത് ചെയ്യുന്നു? ഞാൻ അടിമയാണ്, പാവിയാണ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുന്നതായിട്ട് പറയുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് മുഖേന ആബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റും. അത് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ പറ്റുന്നു. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മനോഭാവത്തിൽ, കുട്ടികളുടെ സന്തോഷത്തിൽ ഒരു തെറ്റ് ചെയ്താലും ഓടിച്ചെന്ന്, പപ്പാ എനിക്ക് തെറ്റുപറ്റിപ്പോയി, അപ്പാ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, ഒരു പ്രശ്നത്തിലാക്കപ്പെടുമ്പോൾ നമ്മുടെ അപ്പൻ്റെ അടുത്ത് ചെന്നുകൊണ്ട്, അപ്പാ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇന്നൊരു അബദ്ധം എനിക്ക് പറ്റിയല്ലോ. അങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണോ? ഉള്ളിൽ അഭിഷേകം ജ്വലിക്കണം. ഇന്ന് ഈ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ആത്മാവിൻ്റെ ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന ബോധ്യം നമുക്ക് ആത്മാവ് ലഭിക്കാത്തത് കൊണ്ടാണ് നാം വീണ്ടും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരിയധികം പരിഹാരങ്ങൾ ചെയ്തും വെടിച്ചും ഒക്കെ പോവുക. പക്ഷെ ഉള്ളിൽ സ്വാതന്ത്ര്യമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ അഭിഷേകം നിറയുന്ന ഒരു പൈതലിന് പിതാവായ ദൈവത്തിന് മുമ്പിൽ സ്വാതന്ത്ര്യത്തോടെ ഇടപെടുവാൻ എന്ന് വെച്ച് സ്വാതന്ത്ര്യത്തോട് എല്ലാ തെറ്റും ചെയ്യാനല്ല, മറിച്ച് ഒരു മകനെന്ന സ്വാതന്ത്ര്യത്തോടു കൂടി ഇടപെടുവാനും ഓടിച്ചെല്ലുവാനും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് ആ സ്നേഹം സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കും. പഴയ നിയമത്തിലെ എല്ലാ പ്രാർത്ഥനകളും പ്രിയപ്പെട്ടവരെ ജെറുസലേം ദേവാലയം കേന്ദ്രീകരിച്ചാണ്. അവരെവിടെ പ്രാർത്ഥിച്ചാലും ദേവാലയത്തിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. അതിന് പ്രത്യേക സമയമുണ്ട്, ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതിനെ ഈശോ എന്ത് ചെയ്യുന്നു? മഹത്വപ്പെടുത്തുകയാണ് ആ പ്രാർത്ഥനയെ. അതെങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം
22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ സമരിയാക്കാർ സ്ത്രീയോട് പറയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ മലയിൽ വന്നു ആരാധിച്ചു, ജെറുസലേം ദേവാലയത്തിലൊക്കെ ആരാധന നടത്തിയെന്ന്. അപ്പോൾ ഈശോ പറയാണ്, ഈ മലയിലും ജെറുസലേം ദേവാലയത്തിലൊക്കെ പോയി ആരാധിക്കാത്ത സമയം വരുന്നു. ഇതിൽ പറയാം, ദൈവം ആത്മാവാണ്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം. പ്രൈസ് ദി ലോർഡ്. അതെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് ഉള്ളിൽ ജ്വലിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടം ദേവാലയമായി മാറുകയാണ്. അതുകൊണ്ട് 1 കൊരിന്തോസ് 3:16 നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നു. പഴയ നിയമത്തിൽ ദൈവം ഒരിക്കലും നമ്മുടെ വീട്ടിൽ വരുന്നതായിട്ട് പറയുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി അഭിഷേകത്തോടെ മാറ്റപ്പെടുമ്പോൾ നിൻ്റെ ബെഡ്റൂമിൽ, നിൻ്റെ കുടുംബത്തിൽ, നീ യാത്ര ചെയ്യുമ്പോൾ, നീ കാർ ഓടിക്കുമ്പോൾ, നീ ബൈക്ക് ഓടിക്കുമ്പോഴെല്ലാം നിന്നോടൊപ്പം നിൻ്റെ ഉള്ളിൽ അഭിഷേകം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു വാക്യം പറഞ്ഞാൽ, നീയല്ല, നിന്നിലൂടെ ദൈവം നിൻ്റെ കുടുംബത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ആഴ്ചയിൽ ഒരിക്കലാണ് സാബത്ത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, അഭിഷേകത്തിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ആഴ്ചയിൽ ഒന്നല്ല, ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും അവന് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ആദിമസഭയിൽ ഈ അഭിഷേകം ജ്വലിച്ചതുകൊണ്ടാണ് ആദിമസഭയിൽപ്പെട്ടവർ വിശ്വാസം സ്വീകരിക്കുന്നു, പിറ്റേ ദിവസം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരണം വരിക്കാൻ തയ്യാറാകുന്നു. അവർ സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെടുമ്പോൾ, അഗ്നിയിലേക്ക് എറിയപ്പെടുമ്പോൾ അവരാരും അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല, മറിച്ച് പുഞ്ചിരിയോടുകൂടി മരണത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനകത്ത് പ്രായമുള്ളവരുണ്ട്, യുവതിവാക്കളുണ്ട്, കുട്ടികളുണ്ട്. കാരണം അഭിഷേകം ജ്വലിച്ചപ്പോൾ ഈ ലോക ജീവിതം ഒരു ഉച്ഛിഷ്ടമായി കരുതി നിത്യതയ്ക്ക് വേണ്ടി അവർ പോകാൻ തയ്യാറാകുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ വേണ്ടി സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ഇതാണ്, ദാനിയേൽ സിംഹക്കുട്ടിലേക്ക് എറിയപ്പെട്ടപ്പോൾ കർത്താവ് സിംഹത്തിൻ്റെ വായടച്ചു. ഇതുപോലെ ഇന്നും അടയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അഭിഷേകമുള്ള ആദിമ ക്രിസ്ത്യാനികൾ ചെയ്തത് സിംഹത്തിൻ്റെ വായടയ്ക്കാനല്ല, അവൻ മരണം സ്വീകരിച്ച് നിത്യതയിൽ ദൈവത്തോട് കൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നു, പകർച്ചവ്യാധികളുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾ ഭയപ്പെടരുത്. നമ്മൾ ഈ രോഗം മാറാനോ പകർച്ചവ്യാധി മാറാൻ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, മറിച്ച് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഈ അഭിഷേകത്തോട് ചേർന്ന് സഭയെ പണിയുന്നു. ഇനി മരണം വഴി വേർപെട്ട് പോയാൽ നിത്യതയിൽ ചെന്ന് സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ഈ ശുശ്രൂഷ വീണ്ടും നമ്മൾ തുടരുകയാണ് ചെയ്യുന്നത്. ഇതേപോലൊരു ധൈര്യവും ശക്തിയും നമുക്ക് ലഭിക്കുന്നത് ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകത്തിലാണ്. പുറമേ നിന്നുള്ള അഭിഷേകം പ്രതിസന്ധികളുടെ നടുവിൽ കെട്ടുപോകും. എന്നാൽ ഉള്ളിൽ അഭിഷേകത്തെ കെടുത്താൻ ആർക്കും സാധ്യമല്ല. ഈ അഭിഷേകം ജ്വലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു അഗ്നിയിൽ നിന്ന് 2 കാര്യങ്ങൾ പുറത്തു വരുന്നു. ഒന്ന് പ്രകാശവും മറ്റൊരു ശക്തിയും. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ അഭിഷേകം ജ്വലിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജ്വലിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും അത് തനിയെ ഒഴുകുവാണ്. സ്നേഹിക്കണമെന്നോ ക്ഷമിക്കണമെന്നോ ചിന്തിച്ചിട്ടല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പുറപ്പെടുന്നു. അതോടൊപ്പം തീയിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും നമ്മളിൽ പ്രകടമാകുന്നു. അതുവഴി ദൈവത്തിൻ്റെ ശക്തി ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് സഭയെ പടുയർത്തുവാൻ, ഏത് ജീവിതത്തിൻ്റെ തകർച്ചയുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും മാതൃകയായിട്ടുന്ന ധൈര്യത്തോടെ വിശ്വാസത്തെ ഏറ്റുപറയുവാൻ, മരിക്കണമെങ്കിൽ മരിക്കാൻ തയ്യാറാകുവാൻ അഭിഷേകം നമ്മളെ സഹായിക്കും. ഈ അഭിഷേകം മാമോദിസയിലൂടെ സഭ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 തിമോത്തി 1:6 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിനക്ക് കൈവപ്പിലൂടെ ലഭിച്ചിരിക്കുന്ന അഭിഷേകത്തെ നീ വീണ്ടും ജ്വലിപ്പിക്കണം. വാസ്തവത്തിൽ തിരുസഭ ഓരോ വർഷവും പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യം ലഭിച്ചിരിക്കുന്ന അഭിഷേകത്തെ വീണ്ടും ജ്വലിപ്പിക്കാനാണ്. നമ്മുടെ കുടുംബത്തിൽ അമ്മമാർ സാധാരണ പാലപ്പം ഉണ്ടാക്കാറുണ്ട്. പാലപ്പം ഉണ്ടാക്കുമ്പോൾ മാവ് കുഴച്ച് വെച്ചതിന് ശേഷം അവസാനം ഈസ്റ്റ് ചേർക്കും. ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം മാവ് പൊങ്ങും, അപ്പം ഉണ്ടാക്കും, സുന്ദരമായ നല്ല അപ്പം കഴിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം അമ്മ ഈസ്റ്റ് ചേർക്കാൻ വിട്ടുപോയാൽ ആ മാവ് പൊങ്ങത്തില്ല, അത് കട്ടിയായിട്ടിരിക്കും. അതുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ ആർക്കും ആസ്വാദികരമായിത്തീരില്ല. ഇതേപോലെ
നിൻ്റെ ഉള്ളിൽ എല്ലാ കൃപകളും സഭ തന്നിട്ടുണ്ട്. നീ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ചോദിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നീ ആകുന്ന നിൻ്റെ ജീവിതത്തെ ദൈവ അനുതാപത്തിലൂടെ നയിച്ച് അത് ആസ്വാദ്യകരമായിട്ട് നിന്നെ മാറ്റും. അതോടൊപ്പം ഈ നാളിൽ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഉള്ളിലെ തീ, സ്വർഗത്തിൻ്റെ അഗ്നി കെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടരുത്. ഈ പ്രാർത്ഥനയിൽ, ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അഗ്നി നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ ചെറുപ്പത്തിലെ അനുഭവം ഞാൻ ഓർക്കുന്നു. വളരെ ചെറുപ്പത്തിൽ എൻ്റെ വലിയമ്മച്ചി രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറുമ്പോൾ അടുപ്പിൽ തീ ഉണ്ടോയെന്നാണ് ആദ്യം നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചാരമെല്ലാം മാറ്റി തീക്കനലുണ്ടോ എന്ന് നോക്കും. എങ്ങാനും തീക്കനലില്ലെങ്കിൽ അമ്മച്ചി ഉടനെ ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഉണങ്ങിയ തൊണ്ടെടുക്കുന്നു, ആ തൊണ്ടുമായിട്ട് അടുത്ത വീട്ടിലേക്ക് ചെന്ന് ആ വീട്ടിൽ നിന്ന് കനൽ വാങ്ങി തൊണ്ടിനകത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും തീ പിടിപ്പിക്കുന്നു. അന്നത്തെ കാലത്ത് തീപ്പെട്ടിയോ ഗ്യാസ് അടുപ്പോ ഒന്നുമില്ല. ഒരിടത്തുനിന്ന് തീ ഇല്ലാതെ വരുമ്പോൾ തീ ഉള്ളിടത്തുനിന്ന് സ്വീകരിച്ച് തീ കത്തിച്ച് കുടുംബത്തിൽ ആഹാരം പാകം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതയാത്രയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ അഗ്നിയുടെ നിറവ് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഷാലോം ടീയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ശുശ്രൂഷയോട് ചേർന്ന് ആരാധിക്കുമ്പോൾ, വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ തീയെ ദൈവം ഉണർത്തും. ആ തീ വീണ്ടും കത്തിക്കും. അങ്ങനെ ഒരു പുത്തൻ അഭിഷേകം നിങ്ങൾക്ക് പ്രാപിക്കാം. അങ്ങനെ ഈ വർഷത്തെ പെന്തക്കോസ്താ തിരുനാൾ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ അർത്ഥവത്തായിട്ട് നമുക്ക് ആഘോഷിക്കാം. ആ ഉള്ളിലെ അഭിഷേകം ജ്വലിച്ച് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ സകലർക്കും ക്രിസ്തുവിനെ കൊടുക്കുവാൻ ദൈവടയാകട്ടെ. യേശു നിങ്ങളേവരെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.